ഇതോ ഈ ബ്ലാക്ക് കാണുന്നു. ഇത് കാർപ്പാണ്, ഇത് ഗോൾഡ്, മറ്റേ ടൈഗർ ഷാർക്ക് ബ്ലാക്ക്. നമ്മളങ്ങനെ കളർ മീനെ മേടിക്കാനെത്തി. ഹായ്, ഞാൻ വല്ലപ്പോഴും ഒക്കെ മുളകൊടിയും കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ ഇവിടെ സ്ഥിരമായിട്ട് കയറാനുള്ള ഇണന്റെ വീഡിയോ ഒക്കെ വല്ലപ്പോഴും എടുത്ത് ഞാൻ ലൈവ് ഇടാറുണ്ട്. നേരത്തെ കടയിലെ വീഡിയോ ഞാൻ ചെയ്തതാ. ഇവിടുന്ന് ഞാൻ പമ്പൊക്കെ മേടിച്ചതും നമ്മുടെ പരിചയക്കാരൻ്റെ കട തന്നെ. അങ്ങനെ അവിടെ മീനൊക്കെ അത്യാവശ്യം കാലിയായി കിടക്കും. ഇപ്പോൾ പുതിയ മീനൊക്കെ ഉടനെ വരുന്നുണ്ട്, ഇന്ന് തന്നെ വരുന്നുണ്ട്. അതിന് അണ്ണൻ കക്കോറിയൊക്കെ കാലിയാക്കി വൃത്തിയാക്കി ഇടുക. ഇന്ന് വലിയ ഐറ്റം മീനൊക്കെ വരുന്നുണ്ട്. ഗപ്പിയൊക്കെ നാളെ വരത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. പിന്നെ ഇവിടെ പെറ്റ്സിന് വേണ്ട അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട്. അക്വാറിയത്തിലൊക്കെ സെറ്റ് ചെയ്യാനുള്ളതും ഐറ്റങ്ങളും പെറ്റ്സിന്റെ ഫുഡും എല്ലാ ഐറ്റം സാധനങ്ങളുണ്ട്. അത്യാവശ്യം വേണ്ടവർക്കൊക്കെ കൊറിയറൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇന്ത്യയിലൊട്ടുമിക്ക സ്ഥലങ്ങളിലും കൊറിയറൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. അന്നേരം ഇന്ന് മീനെ മേടിക്കാൻ എത്തിയിരിക്കുന്നത് ഞങ്ങൾ ഇവിടെ തന്നെയാണ്. ഞാൻ മേടിച്ചേക്കുന്ന പമ്പാണ്ട്. ഇവിടുന്ന് ആ പമ്പ് മേടിച്ചത്, വെള്ളത്തിയിട്ട് പ്രവർത്തിക്കുന്ന പമ്പ്. പിന്നെ പൂച്ചയുടെയും ഡോഗിന്റെയും മീനിന്റെയും എല്ലാത്തിന്റെയും ഫുഡ് ഐറ്റങ്ങളും ഒരുപാട് ഐറ്റം മീനുകളും അക്വേറിയങ്ങളും സ്റ്റാൻഡും ഒരുപാട് ഐറ്റങ്ങളുണ്ട് ഇവിടെ. ഇനി പ്രിയങ്ക ഇനി മീനെ സെലക്ട് ചെയ്യുന്നത്. നിന്റെ പേരെന്തോ? ഈ മീനിന്റെ പേരെന്തോ? ഇതോ ഈ ബ്ലാക്ക് കാണുന്നു. പ്യൂർ വൈറ്റ്. ചെറുതാ ഇപ്പൊ ഇടുന്നത്. ചെറുതാണ്. എങ്ങനെ ഉണ്ടെന്ന് നോക്കണം. പിന്നെ എടുത്തോണം. അത് കറുപ്പന്നല്ലേ? എസ്കേ ഗോൾഡ്. ആ ഗോൾഡ് വിഷൻ എടുത്തു. ഇതല്ലേ? ആ ഗോൾഡ് വിഷൻ ഉണ്ടല്ലോ. രണ്ടെണ്ണം ഉണ്ടോ? ഒരു വൈറ്റ് ഒരു ബ്ലാക്ക് കൊടുക്കാം. അതിന്റെ പേരെന്തോ? എന്തോ ഷാർപ്പ് എടുത്ത് ടൈഗർ ഷാർക്ക്. ടൈഗർ ഷാർക്ക്. ഇത് ചിലന്റെ വയറ് വെറുതെ മുട്ടയാണ് വന്നത്. എത്രയാണോ? ഇത് വൈറ്റ് ഷാർക്ക്, ഇത് കാർപ്പാണ്, ഇത് ഗോൾഡ്, മറ്റേ ടൈഗർ ഷാർക്ക് ബ്ലാക്ക്, ഇത് എസ്കേ ഗോൾഡ് എന്ന് പറയുന്ന ഐറ്റമാണ് ഈ കാണുന്നത്. ഇത് മൊസൈക്ക്. മൊസൈക്ക് നാളെ വരുന്നുണ്ട്. നാളെ ഗപ്പിയാ വരുന്നത്. ഇന്ന് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം റെഡ് ബെല്ലി, നട്ടോ എന്നൊക്കെ പറയും. നമ്മള് മീനെ മേടിച്ചിട്ടുണ്ട്. അതിന്റെ ഒന്നും പേര് പറഞ്ഞു തരാൻ അറിയത്തില്ല. കാർപ്പുണ്ട്, പിന്നെ ഗോൾഡ് ഫിഷ് ഉണ്ട്, എസ്കേ ഗോൾഡ് ഉണ്ട്. അതിൽ ഇത്രയും മേടിച്ചു. ഇനി നമുക്ക് വേറെ കടക്കാരുണ്ട്. പിന്നെ ഒരു പേര് കണ്ട ഗപ്പിയെ മേടിച്ചു. ഇതിന്റെ പേരെന്തോന്നാ പറഞ്ഞ കാണാമോ? ഗപ്പിയെ കാണോ? ഗപ്പിയെ മുസേക്ക്. മാർബിൾ അല്ല, മുസേക്ക്. ടൈല്.
അങ്ങനെ ഒരു പേര് ഗപ്പി മേടിച്ചു. ഗപ്പി കണ്ട് ഇതിനകത്ത് ഇടാൻ വേണ്ടി കേട്ടോ. ഇതിനകത്ത് ഇടാൻ വേണ്ടി അത് അതിനകത്ത് ഇടക്കട്ടെ. അന്നേരം ഇതിനൊരു വെള്ളം പിടി. ഇതിനൊരു 5 മിനിറ്റത്തേക്ക് ഇതിനകത്ത് ഇട്ടേക്കാം. ഞാൻ ടൈച്ചൂടാം. എന്നാലേ ഇവിടുത്തെ വെള്ളവും അതുമായിട്ടൊരു ഇതാക്കുള്ളൂ. ഉടനെ കൊണ്ടുവന്നാൽ പൊട്ടിച്ചിടരുത്. ഈ പിള്ളേരൊക്കെ അങ്ങനെ ഉടനെ കൊണ്ടുവന്നാൽ പൊട്ടിച്ചിടും. ഇങ്ങനെ പൊട്ടിച്ചിടല്ലേ. നമ്മളൊരു 10 മിനിറ്റോളം വെള്ളത്തിൽ ഇട്ടിരുന്നായിരുന്നു. റബ്ബർ പിടിച്ചു ഇട്ടത്. ഇനി ഇതിനെ അഴിച്ചുകൂടാ ശരിയായിട്ട്. ഇറങ്ങിപ്പോ ഒന്നും കാണില്ല. ആദ്യം വെള്ള മീൻ തന്നെ ഇറങ്ങി. എന്റെ പേരെന്ത് തോന്നുന്നു. എത്ര മീനുണ്ട്? 2, 4, 6, 7 മീനുണ്ട്. ഇത് SK ഗോൾഡ്. ഏതാ? തല റെഡ് ഉള്ളത്? അത് കാണുന്നില്ല. തല റെഡ് ഉള്ളത് അതുകൊണ്ട് അങ്ങ് പടിഞ്ഞാറേക്ക് വന്നുണ്ട്. കണ്ടോ? തല റെഡ് ഉള്ളതെന്ന് കാണിച്ച്. അതിന്റെ പേരെന്തോ? ഇതിന്റെ പേര് അറിയില്ല. പേരൊക്കെ നമുക്ക് വീഡിയോക്കകത്ത് പറയുന്നുണ്ടല്ലോ. നമ്മൾ പെട്ടെന്ന് ഓർത്തിരിക്കത്തില്ല. ഞാൻ കണ്ടു മുഷിയുടെ കൂട്ടിരിക്കുന്നു. മുഷിയല്ല, മുഷിയുടെ കൂട്ടിരിക്കുന്നു. ഇതാണ് SK ഗോൾഡ് എന്ന് പറഞ്ഞാൽ. ഈ റെഡ് ഒരു ബ്ലാക്ക് ഗോൾഡ് ഫിഷ്. ഗോൾഡ് ഫിഷ് രണ്ടെണ്ണം. ഗോൾഡ് ഫിഷ് രണ്ടെണ്ണം. പിന്നെ തണ്ണിമത്തന്റെ കൂട്ടത്തിൽ മീനോ? തണ്ണിമത്തന്റെ കൂട്ടിരിക്കുന്ന മീനുണ്ടോ ജാമേലി? ഉണ്ടോ? ചാച്ചി കണ്ടിട്ടില്ല. ഓക്കെ, വീഡിയോ എല്ലാരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, താങ്ക് യു. താങ്ക് യു പറ. താങ്ക് യു. എന്നാ കവറുന്ന വലിയ പമ്പ് കിട്ടുമോ? അല്ല, ഞാൻ ഇത്